അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മലക്കിന്റെ മുഴുവൻ നന്മകള് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മായ യാ ഖാലിഖ് എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ്. അപ്പൊ ആരെങ്കിലും ഈ ഒരു ഇസ്മ ധാരാളമായിട്ട് അധികരിച്ച നിലയിൽ ധാരാളമായിട്ട് ഇങ്ങനെ പതിവായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നാല് അതിന്റെ ബറക്കത്തിനാൽ, ആ ഇസ്മിന്റെ ബറക്കത്തിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിക്കും. എന്നിട്ട് ആ മലക്കിനോട് എന്ത് ചെയ്യും? ആ ശേഷം ആ മലക്കിനോട് ഇബാദത്തിലായിക്കൊണ്ട് അങ്ങനെ കഴിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും. അതിന്റെ ഒക്കെ ആ മലക്ക് ചെയ്യുന്ന ഇബാദത്തിന്റെ ഒക്കെ പ്രതിഫലത്തെ ഈ ആരാണോ ഇത് പതിവായിട്ട് ഇങ്ങനെ ചൊല്ലി വരുന്ന ആളുകള്, അദ്ദേഹത്തിന്, ആ ചൊല്ലുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യും? ആ മലക്ക് ചെയ്യുന്ന ഇബാദത്തിന്റെ അതിന്റെ ഒക്കെ നന്മകൾ ഇവൻക്കാണ് എഴുതി കൊടുക്കാൻ വേണ്ടി പറയും. ഈ പ്രതിഫലത്തൊക്കെ ഇവനായിട്ട് എഴുതി കൊടുക്കപ്പെടുന്നതാണ്. ഇക്കാരണത്താൽ അന്ത്യനാളിലും മഹ്ശറാ മൈതാനിയിലും ഈ ചൊല്ലുന്ന വ്യക്തി പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശം പരത്തുന്നതാണ്. അപ്പൊ വിസ്മിയും ഹംദും സലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ ഖാലിഖു യാ അല്ലാഹ് എന്നത് പരമാവധി അങ്ങനെ ചൊല്ലി വർദ്ധിപ്പിക്കുക. എന്നാൽ ഈ ഒരു ഗുണം കിട്ടും. അപ്പൊ ഇൻഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും ഇത് ലോകവും അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായി ജോലിയിലൊക്കെ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്, വിജയം കൈവരിക്കാൻ ആ ഇസ്മ ചൊല്ലിക്കോട് ദിവസങ്ങൾ ചൊല്ലുമ്പോൾ ഇതൊക്കെ പെടൂലേ? അപ്പൊ എന്തെല്ലാം ഗുണങ്ങളാണ് ഇസ്മ കിട്ടുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറിന്റെ വഴികളും നമുക്ക് നന്മകളുമായി ബന്ധപ്പെട്ട ഹൃദയം അള്ളാഹു സുബ്ഹാനഹു അടുപ്പിച്ച് തരുമാറാകട്ടെ. തിന്മകളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ഹൃദയം വിദൂരത്താക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.